മധുരം സംഗീതം ഈശ്വരി ഈശ്വരി ഭഗവത്പാദം സംഗരാചാര്യം കേശവം സൂത്രഭാഷ്യവൃതോ വന്ദേ ഈശ്വരോ മൂർത്തിഭേദവിഭാഗം വ്യോമവ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ മൃതാർണ്യം രണ്ടാം അധ്യായം. സ്വഭാവമാത്മാ സർവേഷാം ഭൂതാനാം അധിപതിഃ സർവേഷാം ഭൂതാനാം രാജാ തദ്യഥാരഥനാഭൂച രഥന്ദേമോ ച ആരാ സർവേ സമർപ്പിതാ ഏവമേവ അസ്മിന്നാത്മനി സർവാണി ഭൂതാനി സർവേ ദേവാ സർവേ ലോകാ സർവേ പ്രാണാ സർവേ ആത്മാനഃ സമർപ്പിതാഃ തമേദം അർത്ഥം അജാനന്തഃ താർക്കികാഃ കേചിത് പണ്ഡിതം മന്യാശ്ച ആഗമവിദഃ ശാസ്ത്രാർത്ഥം വിരുദ്ധം മന്യമാനാഃ വികൽപ്പയന്തോ മോഹം അഗാധം ഉപയാന്തി. ഈ താല്പര്യം ശാസ്ത്ര താല്പര്യത്തെ മനസ്സിലാക്കാത്ത വംശത്തിൽ പ്രതിപാദിക്കുന്ന തത്വത്തെ മനസ്സിലാക്കാത്ത താർക്കികന്മാരും പിന്നെ ആഗമവിദ പൂർവമീമാംസകരും ശാസ്ത്രാർത്ഥം വിരുദ്ധം മന്യമാന ശാസ്ത്ര താല്പര്യത്തിൽ വിരുദ്ധമായി പറയുന്നു. അവിരുദ്ധത്തിനാണ് അടുത്ത് പറയുന്നത്. എങ്ങനെ തദ്ദേജതി തന്നേജതി, ഇതാണ് വൈരുദ്ധ്യം. അത് ചലിക്കുന്നതാണ്, തന്നേജതി ചലിക്കാത്തതാണ്. ഇത് വിരുദ്ധമാണല്ലോ. ഇതുപോലെ സർവത്ര പറയുന്നുണ്ട്. ഒരിടത്ത് പറയുന്നത് നിർഗുണമാണ്, പിന്നെ പറയും സഗുണമാണ്. ഇത്തരത്തിൽ അതിനാണ് ഇവിടെ അടുത്ത് മന്ത്രങ്ങൾ പറയുന്നത്. ഇവിടുത്തെ പറയും സർവജ്ഞനാണ്, വേടത്ത് പറയുന്നത് ജ്ഞാനസ്വരൂപമാണ്. ഇങ്ങനെ വിരുദ്ധമായി പറയുന്നു. അവർ മോഹം അഗാധം പയാന്തി, മോഹത്തെ പ്രാപിക്കുന്നു, മൂഢതയെ പ്രാപിക്കുന്നു, ആശയക്കുഴപ്പത്തിൽ വരുന്നു. എന്താണ് ശ്രുതി പറയുന്നത്? ഇതേതാ ശരി? രണ്ടും പറയുന്നുണ്ടല്ലോ. അതാണ് വാദിവ്യോമോഹസ്യ അജ്ഞാനം മൂലമുക്വ പ്രകൃതി ബ്രഹ്മണോ ദ്വൈരൂപ്യേ. അതാണ് ഇവിടെ പറയുന്നത്. ഭാഷ്യകാരൻ പറയുന്ന സിദ്ധാന്തം. ഈ വാദികൾക്ക് മോഹം, മൂഢത ഉണ്ടാകുന്നു. അതിന് കാരണം എന്താണ്? അജ്ഞാനം.
ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്? ബ്രഹ്മണോ ദ്വൈരൂപ്യേ. ബ്രഹ്മത്തിന് ദ്വൈരൂപ്യമുണ്ട്, രണ്ട് രൂപമുണ്ട്. രൂപം എന്ന് വെച്ചാൽ സ്വരൂപം, അതിന് പ്രമാണമുണ്ട്. ഈ ദ്വൈരൂപ്യം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് രൂപം. അവിടെ പറയുന്നത് സപ്രപഞ്ച നിഷ്പ്രപഞ്ചത്വ രൂപേ. ബ്രഹ്മത്തിന് രണ്ട് രൂപമുണ്ട്, സപ്രപഞ്ചവും മറ്റൊന്ന് നിഷ്പ്രപഞ്ചവും. സപ്രപഞ്ച നിഷ്പ്രപഞ്ചത്വ രൂപം. ഇതാണ് അദ്വൈതം പറയുന്നവർക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യം. അദ്വൈതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ ഒരു രൂപത്തെക്കുറിച്ച് പറയുന്നതെന്നാണ് സാധാരണ ധരിച്ചിരിക്കുന്നത്. നിഷ്പ്രപഞ്ചത്വ രൂപം, പ്രപഞ്ചരഹിതമായ ഒന്ന്, അതാണ് അദ്വൈതം. അതിനവർ പറയും എന്താണ്? ജഗത് മിഥ്യ എന്നും പറയും. പക്ഷെ അതൊരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മത്തിന് ദ്വൈരൂപ്യമുണ്ട്, രണ്ട് രൂപമുണ്ട്. അത് ഒന്നാണ് ഈ നിഷ്പ്രപഞ്ചത്വം എന്ന് പറയുന്നത്. മറ്റു രൂപം എന്താണ്? സപ്രപഞ്ചത്വം. അതുകൊണ്ട് ഇനിയും പറയുക കാര്യം. ഇത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ക്ലാസ്സുകളിലെല്ലാം ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രാമാണികമായി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ രണ്ട് രൂപമുണ്ട്. ബ്രഹ്മം നിഷ്പ്രപഞ്ചവുമാണ്, സപ്രപഞ്ചവുമാണ്. ഗീത ചർച്ച ചെയ്യുന്നിടത്ത് നമ്മളിത് ചർച്ച ചെയ്തതാണ്. അല്ല, ഒന്ന് മാത്രമാണ്. എന്തുകൊണ്ട്? അതിന് നിർഗുണമായിരിക്കാമെങ്കിൽ സഗുണമായും ഇരിക്കും, മിഥ്യയായിരിക്കാമെങ്കിൽ സത്യമായും ഇരിക്കും. ഒന്ന് ഒരു രൂപമേ ഉള്ളൂ എന്ന് ശഠിക്കുന്നത് മോഹമാണ്. അത്തരം മോഹത്തെ പ്രാപിച്ചിരിക്കുന്ന വാദികളെന്നാണ്. അതാണ് ദ്വൈരൂപ്യേ. ദ്വൈരൂപ്യമുണ്ട്. ഇത് ആ രണ്ട് ഭാവവും ബ്രഹ്മത്തിന്റെ സ്വരൂപം തന്നെ. രൂപം എന്ന് പറഞ്ഞാൽ സ്വരൂപം തന്നെ. രൂപം എന്ന് വെച്ചാൽ സ്വരൂപം. അത് സപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ പ്രപഞ്ചത്തോട് കൂടിയത്. പ്രപഞ്ചേന സഹവർത്തത സപ്രപഞ്ച എന്ന് പറയും. പ്രപഞ്ചത്തോടു കൂടി വർത്തിക്കുക, അതതിന്റെ രൂപം തന്നെയാണ്. ഇനി നിഷ്പ്രപഞ്ചം, പ്രപഞ്ചം എവിടെ നിന്നാണോ പോയത് അതും അതിന്റെ രൂപം തന്നെ. എന്ന് പറഞ്ഞിരിക്കുന്നത് സപ്രപഞ്ച നിഷ്പ്രപഞ്ചത്വ രൂപേ. ഇത് ഇത്തരത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അദ്വൈതം എന്ന് പറയുന്നത് മഹാസംബന്ധമായി തീരും, അപൂർണമായി തീരും. അത് നമ്മൾ ഭാഷ്യം ചർച്ച ചെയ്താൽ മാത്രമേ ഈ ആശയം കിട്ടത്തുള്ളൂ, അദ്വൈതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് ഭാഷ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ്. സാധാരണ പ്രകരണ ഗ്രന്ഥങ്ങളിലെല്ലാം ഒരു ഭാഗത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യും. സാധാരണ ഒരിടത്തും ഇങ്ങനെ പറയത്തില്ല. എന്താണ്? ബ്രഹ്മം സപ്രപഞ്ചവും നിഷ്പ്രപഞ്ചവും. ബ്രഹ്മത്തിന് സപ്രപഞ്ച നിഷ്പ്രപഞ്ച സ്വരൂപത്തോടുകൂടിയാണ് ഒരിടത്തും പറയത്തില്ല. അവിടെ എപ്പോഴും പറയുന്നത് എന്താണ്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ. പറയുന്നത് ശരി തന്നെയാണ്, തെറ്റൊന്നുള്ളതല്ല. പക്ഷെ എന്താ ആ ജഗത് മിഥ്യ എന്ന് പറയുന്നതിന്റെ താല്പര്യം അവിടെയാണ്. അത് പറയുന്നവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇനി നമ്മളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. അദ്വൈതം എന്ന് പറഞ്ഞ് അതും അദ്വൈതം ശങ്കരാദ്വൈതം, അതും പ്രത്യേകിച്ച്. അപ്പൊ അദ്വൈതം ഓരോരുത്തർക്കും ഓരോർക്ക് ഇഷ്ടമുള്ള പറയാം. അതിനെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. വിശിഷ്ട അദ്വൈതം എന്ന് പറഞ്ഞാൽ അതൊരു അദ്വൈതമാണ്, അത് പറയുന്നതാണ് സ്വാതന്ത്ര്യം. പക്ഷെ ശാങ്കര അദ്വൈതം എന്ന് പറഞ്ഞത്
അതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ അവിടെ പോയി വായും പൊളിച്ചിനി മേലെ ഇരിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഇവിടെ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇന്നതാണ്. രണ്ട് രൂപമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഒന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും. ഇത് രണ്ടും എന്തിനാ പറയുന്നത്? സപ്രപഞ്ചമെന്നും നിഷ്പ്രപഞ്ചമെന്നും പറയുന്നു. പറയുന്നത് നിരുപാഖ്യത്വം ശബ്ദപ്പെടുത്തിയ അഗോചരത്വം ബ്രഹ്മണ. ഇത് നിഷ്പ്രപഞ്ചം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് എപ്പോഴും ആവർത്തിക്കുന്ന കാര്യമാണ്. എന്താണ്? അത് ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമല്ല. അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിഷ്പ്രപഞ്ചം എന്ന് പറയുന്നത് തെറ്റില്ല. കാരണം ഇതിൽ വൈരുദ്ധ്യം വരുമല്ലോ ഇങ്ങനെ പറയുമ്പോൾ. ഒന്ന് നിഷ്പ്രപഞ്ചം എന്ന് പറയുന്നു, പിന്നെ സപ്രപഞ്ചം എന്ന് പറയുന്നു. രണ്ടും വിരുദ്ധമായ കാര്യമാണ്. ഒന്ന് ഇരുളെന്ന് പറയുന്നു, മറ്റൊന്ന് വെളിച്ചമെന്ന് പറയുന്നു. ഇത് രണ്ടും ബ്രഹ്മമാണെന്ന് പറയുന്നു. ഇരുളും വെളിച്ചവും വെളിച്ചമാണെന്ന് പറഞ്ഞാൽ ശരിയാവും. ഇരുളും വെളിച്ചവും ഇരുളെന്ന് പറഞ്ഞാൽ ശരിയാവും. അപ്പോൾ ഈ രണ്ട് രൂപങ്ങളെയും എങ്ങനെ ഇവിടെ അദ്വൈതത്തെ സമന്വയിപ്പിക്കുന്നു അതും മനസ്സിലാക്കണം. അതുകൊണ്ട് നിഷ്പ്രപഞ്ചമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ ആ സ്വരൂപം ശബ്ദപ്രത്യ അഗോചരത്വം ബ്രഹ്മണ. ശബ്ദപ്രത്യ വിഷയമല്ല എന്നുള്ളതാണ്. സപ്രപഞ്ചത്വം അവിദ്യാകൃതത്വം. ശരി, ശബ്ദപ്രത്യ വിഷയമല്ലെങ്കിൽ ഇതിപ്പോ ശബ്ദപ്രത്യ വിഷയമായിരിക്കുന്നത് ബ്രഹ്മം അല്ലെങ്കിൽ ഈ പരമാർത്ഥ തത്വം ശബ്ദപ്രത്യ വിഷയമാകുന്നതുകൊണ്ടാണ് പറയുന്നത് സപ്രപഞ്ചമാണ്. അത് ശബ്ദപ്രത്യ വിഷയം അല്ല, അത് പരമാർത്ഥം തന്നെ. പക്ഷെ എന്തിന് സപ്രപഞ്ചം എന്ന് പറഞ്ഞു? പ്രപഞ്ചം എന്ന് പറയുമ്പോൾ തന്നെ അത് ശബ്ദപ്രത്യ വിഷയമായല്ലോ. അതിന് സമാനം പറയണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അവിദ്യയെ സ്വീകരിക്കുന്നത്. അപ്പൊ അവിദ്യയെ സ്വീകരിക്കുന്നതുകൊണ്ട് അവിദ്യയെ സ്വീകരിച്ചുകൊണ്ട് അതിനെ സപ്രപഞ്ചമാക്കാം. അത് അവിദ്യാകൃതമാണ് എന്ന് പറയും. അല്ലെങ്കിൽ അജ്ഞാനകൃതമാണ്, അല്ലെങ്കിൽ മായാകൃതമാണ്. ആ രീതിയിൽ അത് സപ്രപഞ്ചവുമാകുന്നു. അപ്പോൾ പരമാർത്ഥം എന്ന് പറയുമ്പോൾ അത് അവിദ്യാകൃതമാണോ? അല്ല. പരമാർത്ഥം എന്ന് പറയുന്ന അവിദ്യാകൃതമല്ല. അനുഭവത്തെയാണ് പറയുന്നത് അവിദ്യാകൃതമെന്ന്. പ്രപഞ്ചം എന്ന് പറയുന്നത് അനുഭവമാണ്. അത് നിഷേധിക്കാൻ വയ്യ. ആർക്കും നിഷേധിക്കാൻ വയ്യ. എന്താണത്? അത് അവിദ്യാകൃതമാണ്. എന്തിലുള്ള അവിദ്യ? അവിദ്യാകൃതമായാൽ അതെന്തായിരിക്കും? അങ്ങനെ ചിന്തിക്കുമ്പോൾ പറയുന്നു അത് സപ്രപഞ്ചമാണ്. ബ്രഹ്മസപ്രപഞ്ചമായിരിക്കുന്നതാണ്. അതിനുള്ള യുക്തികളാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്.
അവിദ്യാകൃതമെന്നോ അവിദ്യാകൽപ്പിതമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമല്ല. അതിനെ അന്യമാക്കാൻ കഴിയത്തില്ല. അവിദ്യാകൃതത്തിന് സാധാരണ പറയുന്ന ഉദാഹരണം രജ്ജു സർപ്പം. സർപ്പം എന്താ അവിദ്യാകൃതമല്ലേ? ആണ്. തീർച്ചയായിട്ടും അത് അവിദ്യാകൃതമാണ്. എന്താ അത് രജ്ജു തന്നെ. മറ്റെന്തെങ്കിലുമാണ്. രണ്ടാമതൊന്നും ഉണ്ടായില്ല. രജ്ജു അല്ലാതെ മറ്റൊന്നുമില്ല. രജ്ജു തന്നെ രജ്ജുരൂപത്തിൽ വരുന്നു, സർപ്പരൂപത്തിലും വരുന്നു. ഒന്ന് തന്നെ, രണ്ടില്ല. ഒരേ ബ്രഹ്മം തന്നെ നിഷ്പ്രപഞ്ചമായിരിക്കുന്നു, അവിദ്യാകൃതമായിരിക്കുന്നു, സപ്രപഞ്ചമായിരിക്കുന്നു. അതേസമയം അത് പാരമാർത്ഥികമായിരിക്കുന്നു. അതിന്റെ പരമാർത്ഥ സ്വരൂപം എന്താണ് പറയുന്നത്? അതിന്റെ താത്വികമായ സ്വരൂപം എന്താണ്? വാസ്തവമായ സ്വരൂപം എന്താണ്? അത് നിഷ്പ്രപഞ്ചരൂപമാണ്. എന്നാൽ അവിദ്യാകൃതമായത് എന്താണ്? അത് അതിൽ നിന്ന് അന്യമല്ല, അത് തന്നെയാണ്. ആ രണ്ടു തരത്തിലും അത് മനസ്സിലാക്കണം. നിഷ്പ്രപഞ്ചം താത്വികമിത്തി ആഗമാർത്ഥാവിരോധ, അങ്ങനെ ഇതിനെ സമന്വയിപ്പിക്കുന്നു. ശ്രുതിയുടെ താല്പര്യത്തിൽ വിരോധമില്ല. അതുകൊണ്ട് തന്നെ രണ്ടു തരത്തിൽ സ്വീകരിക്കാം, സപ്രപഞ്ചമായും നിഷ്പ്രപഞ്ചം. നിഷ്പ്രപഞ്ചമായി സ്വീകരിക്കുമ്പോൾ അത് നമ്മൾ ദൃഷ്ടാന്തത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന സുഷുപ്തി. അവിടെ നിഷ്പ്രപഞ്ച രൂപത്തിലിരിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ വാക്കിനും മനസ്സിനും വിഷയമില്ല. സപ്രപഞ്ചമായിരിക്കുന്നു ഈ ജാഗ്രത. ഇത് വാക്കിനും മനസ്സിനുമൊക്കെ വിഷയമാണ്. പക്ഷെ ആ പരമാർത്ഥത്തിൽ നിന്ന് അന്യമായി ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ പരമാർത്ഥം തന്നെയാണ് പ്രപഞ്ചരൂപത്തിൽ പ്രതീതമാകുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അവിദ്യ എന്ന് പറയാം, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. രണ്ടായാലും വിരോധമില്ല. അറിയില്ല എന്ന് പറഞ്ഞാലും അവിദ്യ എന്ന് പറഞ്ഞാലും ഒന്നും തന്നെ. ഇത് സംഭവിക്കുന്നു, അത്രയാണ്. അതതിന്റെ സ്വഭാവം. ദീപം എന്തുകൊണ്ട് പ്രകാശിക്കുന്നു? അതതിന്റെ സ്വഭാവം. ശ്രുതി സിദ്ധേ ദ്വൈരൂപ്യ സ്മൃതിമപി സംവാദി പറയുന്നു. ഈ ബ്രഹ്മത്തിന്റെ ദ്വൈരൂപ്യം ശ്രുതി സ്മൃതി സമ്മതമാണ്. അതിനുള്ള പ്രമാണങ്ങളാണ് അടുത്ത് പറയുന്നത്. അനേജതേകം മനസ്സോ ജവീഹ തദ്ദേജതി തന്നേജതി തൈത്തിരീയത്തിൽ യസ്മാത് പരം ന പരമസ്തി കിഞ്ചിത്. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഏതസ്സാമകായന്നാസ്തി അഹമന്നം 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 അഹമന്നാദഹ തുടർന്ന് പറയുന്നു. അന്നമായിരിക്കുന്നത് അന്നാദനായിരിക്കുന്നത് ഞാനാണ്. അതാണ് വൈരുദ്ധ്യം അവിടെ. ജക്ഷൻ ക്രീഡൻ രമമാണഹ പറയുന്നു. സയതിപ്പലോകാമ സർവഗന്ധ സർവരസ ആധർവണേയ സർവജ്ഞ സർവവി ദൂരാസുദൂരേ തദിഹാന്തികേച്ച മുണ്ടകത്തിൽ പഠവലേഷു അണോരണീയാൻ മഹതോ മഹീയാൻ കസ്തം മതാമതം ദൈവം മതന്യോ ജ്ഞാതമർഹസി കഠത്തിൽ തദ്ധാവതോ അന്യാൻ അത്യേതി തിഷ്ഠ. ഈശാവാസ്യത്തിൽ ഗീതാസു അഹംകർത്തുരഹം യജ്ഞ അപ്രപഞ്ചരൂപത്തെക്കുറിച്ച് പറയുന്നു. പിതാഹമസ്യ ജഗതഃ നാദത്തെ കസ്യജിത് പാപം പ്രപഞ്ച അതീതമായ ഭാവത്തെക്കുറിച്ച് പറയുന്നു. അഹം സർവേഷു ഭൂതേഷു അവിഭക്തം വിഭക്തേഷു ഗ്രസിഷ്ണു പ്രഭവിഷ്ണുജ ഇത്യവമാദി ആഗമാർത്ഥം വിരുദ്ധമിവ പ്രതിഭാന്തം ഏതോ മന്ത്രവും അനുവത്തതഃ അവരെ കുറിച്ച് പറയുന്നു. അവർ ഈ ആഗമ താല്പര്യത്തിൽ വൈരുദ്ധ്യത്തെ കണ്ടിട്ട് മന്യമാനാഹ സ്വചിത്ത സാമർഥ്യ
സ്വചിത്ത സാമർഥ്യം, സ്വന്തം ബുദ്ധി സാമർഥ്യം കൊണ്ട് മാത്രം അർത്ഥനിർണയായ വികൽപ്പയന്തോ. ഈ താർക്കികന്മാരെയും മീമാംസകരെയൊക്കെ ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത് മൂഢനെന്നാണ്, മന്ദബുദ്ധി എന്നാണ്. എന്തുകൊണ്ട്? സ്വന്തം ബുദ്ധിക്കനുസരിച്ച് താല്പര്യത്തെ നിർണയിക്കാൻ പോകുന്നു, വികൽപ്പിക്കുന്നു. അസ്ത്യാത്മാ നാസ്ത്യാത്മാ, കർത്ത അകർത്ത, മുക്തോ ബദ്ധ ക്ഷണികോ. അവരുടെ ഓരോരുത്തരുടെ സിദ്ധാന്തങ്ങളാണ് ഈ താർക്കികന്മാർ പറയുന്നത്. താർക്കികൻ എന്ന് പറഞ്ഞാൽ ന്യായവൈശേഷിക ദർശനത്തിന്റെ ആൾക്കാർ മാത്രമാണ്. അസ്ത്യാത്മാ ഒരു കൂട്ടർ പറയുന്നു, നാസ്ത്യാത്മാ വേറെ കൂട്ടർ പറയുന്നു, കർത്ത മീമാംസകർ പറയുന്നു, അകർത്ത സാഖ്യന്മാർ പറയുന്നു, മുക്തോ ബദ്ധ മുക്തനാണെന്ന് ഒരു കൂട്ടർ, ബദ്ധനാണെന്ന്, ക്ഷണികനാണെന്ന് ബൗദ്ധന്മാര്, വിജ്ഞാനം മാത്രം, ശൂന്യം, ചീത്യവം വികൽപ്പയന്ത, നാനാഭിപ്രായങ്ങൾ പറയുന്നു. ന പരമാർത്ഥം അധികച്ഛന്തി, അവർ പരമാർത്ഥത്തെ അറിയുന്നില്ല. അവിദ്യായാഹ വിരുദ്ധധർമ്മദർശിത്വ സർവത്ര, അവര് ബ്രഹ്മവിദ്യയില്ല, അവരുടെ കയ്യിലിരിക്കുന്ന അവിദ്യയാണ്. അതുകൊണ്ട് അവർ വിരുദ്ധ ആശയങ്ങളെ പറയുന്നു. തസ്മാ തത്ര ഏവ ശ്രുതി ആചാര്യദർശിതം ആഗമ അനുസാരിണഃ, അതുകൊണ്ട് ഇവരാരും ഈ തത്വത്തെ മനസ്സിലാക്കാത്തതുകൊണ്ട് ഇക്കൂട്ടരിൽ യൈവ ആരാണോ ശ്രുതി ആചാര്യദർശിത മാർഗാനുസാരിണഃ, ശ്രുതി ആചാര്യൻ, അത് ശ്രുതി എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും മിക്കവാറും ഇവരെല്ലാം ശ്രുതി അംഗീകരിക്കുന്നവരാണ്. പക്ഷെ അതിന്റെ താല്പര്യം അതിന്റെ പിന്നെ അത് ശ്രുതിയുടെ താല്പര്യം എങ്ങനെ മനസ്സിലാക്കാം? ശ്രുതി ശബ്ദ രൂപത്തിലാണ് ആചാര്യനിലൂടെ ദർശിതമായ ആ മാർഗത്തെ അനുസരിക്കുന്നവർ. അതിനാണ് ഇവിടെ ആചാര്യൻ നമുക്കിത് വിശദീകരിച്ചു തന്നു, ശ്രുതിയുടെ താല്പര്യത്തെ. അതിനെ അനുസരിക്കുന്നവർ എന്ന് പറയുമ്പോൾ ഈ അദ്വൈത മാർഗത്തെ അനുസരിക്കുന്നവർ തേവ അവിദ്യായ പാരമധികച്ചന്തി, അവർ മാത്രമേ ഈ അവിദ്യയുടെ മറുകര കാണുന്നുള്ളൂ. ഈ തത്വത്തെ ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ മുക്തിയുള്ളൂ, ഈ ബോധം കൊണ്ട് മാത്രമേ മുക്തി സംഭവിക്കത്തുള്ളൂ എന്ന്. തേവച അസ്മാത് മോഹസമുദ്രാത് അഗാധാത് ഉത്തരിഷ്യന്തി, അവർ മാത്രം. ആരാണോ ഈ ഭാഷ്യത്തെ പിന്തുടരുന്നത്, എന്ന് പ്രത്യേകം പറയണം. ഈ ഭാഷ്യത്തിലൂടെ ഈ തത്വത്തെ ഗ്രഹിക്കുന്നവർ, ശരിയായ തത്വബോധമുള്ളവർ, അവർ അസ്മാത് മോഹസമുദ്രാ, അദ്വൈതിയാണെന്ന് പറഞ്ഞാലും കാര്യമില്ല, അവരും ഈ മോഹസമുദ്രത്തിൽ തന്നെയാണ്, ഈ തത്വത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട്. അഗാധ, അതിൽ നിന്ന് ആരാണോ ഈ ശ്രുതിയുടെ മാർഗത്തെ പിന്തുടരുന്നത് അവർ ഉത്തരിഷ്യന്തി, അവർ ഇതിൽ നിന്ന് ഉത്തരണം ചെയ്യുന്നു, മുക്തി പ്രാപിക്കുന്നു. ഇതരെ മാറ്റുള്ളവരൊന്നുമില്ല. എന്തുകൊണ്ട്? സ്വബുദ്ധി കൗശല അനുസാരണ, അവരവരുടെ ബുദ്ധി സാമർഥ്യത്തിനനുസരിച്ച് അതിനെ പിന്തുടരുന്നവര്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാമാണികമായ ശാസ്ത്രത്തെ സ്വീകരിക്കാതെ സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് അവരിതിനെ സ്വീകരിക്കുന്നില്ല. ഭാഷ്യക്കാരൻ പറഞ്ഞതൊന്നും അവർക്ക് വിഷയമല്ല, അവർക്ക് ഭാവനയുണ്ട്. അതാണ് ബുദ്ധി കൗശലം എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ഓരോന്നും പറയും, എഴുതും, പ്രസംഗിക്കും. അതിനെല്ലാം അനുയായികളും ഉണ്ടാവും.
അത് ശങ്കര മാർഗമല്ല, ശങ്കരാചാര്യർ വെളിപ്പെടുത്തിയിരിക്കുന്ന അദ്വൈതമല്ല എന്ന്. പരിസമാപ്ത ബ്രഹ്മവിദ്യ, ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ബ്രഹ്മവിദ്യ ഇവിടെ അവസാനിച്ചു. മുമ്പും പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ബ്രഹ്മവിദ്യയെ സംബന്ധിച്ച് സമഗ്രമായി പ്രതിപാദനം കഴിയുമ്പോൾ പറയുന്നത് ഇവിടെ അവസാനിച്ചു. വീണ്ടും അത് പ്രതിപാദിക്കുമെങ്കിലും അങ്ങനെ പറയും. അമൃതത്വ സാധനഭൂത, ഇതാണ് അമൃതത്വത്തിന് ഉപായമായിരിക്കുന്നത്. യം മൈത്രേയും പൃഷ്ഠവതി, ഭർത്താരം മൈത്രേയി ഭർത്താവിനോട് ചോദിച്ചു, യദേവ ഭഗവാൻ അമൃതത്വ സാധനം വേദ തദൈവ മേ ബ്രൂഹി, അമൃതത്തിന് സാധനമായിരിക്കുന്ന എന്താണോ അത് അങ്ങ് എന്നോട് ഉപദേശിച്ചാലും ഇതെല്ലാം കഴിഞ്ഞതാണ്. ഏതസ്യ ബ്രഹ്മവിദ്യായ സ്തുത്യർത്ഥ യമാഖ്യ, അങ്ങനെയുള്ള ഈ മധുവിദ്യ ഇതിനെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ് ഇനി പറയുന്ന ഭാഗം. ഒരു കഥ ആഖ്യായിക ഹാനീത അതിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു കഥയെ സൂചിപ്പിക്കാനിവിടെ എന്നർത്ഥം. തസ്യാഖ്യായിക സംക്ഷേപിതാർത്ഥപ്രകാശനാർത്ഥം ഏതോ മന്ത്രബോധ, ഈ കഥ അതിന്റെ ഇത് കർമ്മപ്രകടനത്തിലുള്ളതാണ്, പ്രവ്രജ്ഞ കർമ്മത്തിന്റെ പ്രകടനത്തിലുള്ളതാണ്. പക്ഷെ ഇവിടെ അതിനെ സൂചിപ്പിക്കുകയാണ് ചുരുക്കി. അർത്ഥപ്രകാശനവും അർത്ഥവും ഏതോ മന്ത്രവും ഇനി പറയുന്നുണ്ട്. മന്ത്രങ്ങളെ ഈ കഥയെ ചുരുക്കി പറയുകയാണ്. യമഹി മന്ത്രബ്രാഹ്മണാഭ്യാസ്തുതത്വ അമൃതത്വ സർവപ്രാപ്തി സാധനത്വം ബ്രഹ്മവിദ്യായ പ്രകൃതികൃതം രാജമാർഗോപനീതം ഭൂതി. ഏവം ഹി, ഇങ്ങനെ ഇനി പറയാൻ പോകുന്ന രീതിയിൽ എന്നർത്ഥം. ഇത് മുക്തിക്ക് സാധനമാണ് എന്നുള്ളതിന് ഈ സ്തുതി തന്നെ തെളിവാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്തുതിക്കുന്നത്, ശ്രുതി തന്നെ. മന്ത്രബ്രാഹ്മണാഭ്യാം സ്തുതത്വ, മന്ത്രഭാഗത്തിനും ബ്രാഹ്മണ ഭാഗത്തിനും ഇതിനെ സ്തുതിച്ചിരിക്കുന്നത്. ബ്രാഹ്മണ ഭാഗം ഇതേ കാര്യം തന്നെ പ്രവ്രജ്ഞ കർമ്മ പ്രകടനത്തിലും വന്നു. അങ്ങനെ മന്ത്രബ്രാഹ്മണ ഭാഗങ്ങളിലൂടെ സ്തുതിച്ചിരിക്കുന്നു. അമൃതത്വ സർവപ്രാപ്തി സാധനത്വം, അമൃതത്വം സർവപ്രാപ്തി, സർവാത്മഭാവം, ജഗതാത്മഭാവം എന്ന് പറയുന്നു. സർവപ്രാപ്തി സാധനത്വം ബ്രഹ്മവിദ്യായ പ്രകൃതികൃതം, അതാണ് ബ്രഹ്മവിദ്യയുടെ ഫലം എന്നുള്ളവിടെ വ്യക്തമാക്കി. രാജമാർഗം, ഇതാണ് മുക്തിക്കുള്ള രാജമാർഗം, രാജവീഥി. വേറെ ഒരുപാട് ഊടുവഴികളുണ്ട്, അതിലൂടെ ഒന്നും പോയിട്ട് കാര്യമില്ല. തപ്പിയും തടഞ്ഞും എല്ലാം വീഴും, അപകടങ്ങളെല്ലാം ഉണ്ടാവും, ലക്ഷ്യത്തിലെത്തിയില്ലെന്ന് വരും. ചിലപ്പോൾ അതെല്ലാം ഈ രാജമാർഗത്തിൽ കൊണ്ട് എത്തിച്ചാൽ ലക്ഷ്യത്തിലെത്തും, അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താതെ വഴിതെറ്റി അലയും. കൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു, ഈ അദ്വൈത ബോധം അതാണ് ബ്രഹ്മവിദ്യ, അതാണ് രാജമാർഗം. അതിവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനെ സ്തുതിക്കുകയാണ്. യഥാദിത്യ ഉദ്യൻ ശാർവരം തമോ അപനയതീതി തത്വം. നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന ഉദാഹരണമാണ്. ഭാഷ്യകാരനും അപൂർവമായിട്ടിത് പരാമർശിക്കാറുണ്ട്. എന്താണ്? ആദിത്യ ഉദ്യൻ, ഉദയസൂര്യൻ, ശാർവരം തമോ അപനയതി, രാത്രിയിലെ അന്ധകാരത്തെ നശിപ്പിക്കുന്നു, ഇരുളിനെ വെളിച്ചം നശിപ്പിക്കുന്നു. അതുപോലെ ഈ ബോധം അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു, സർവാത്മഭാവത്തെ ഉണ്ടാക്കുന്നു. തദ്വത് ഇരുളിനെ വെളിച്ചം നശിപ്പിക്കുന്നത് പോലെ അഭിജൈവസ്തുത ബ്രഹ്മവിദ്യ, ഇന്ദ്രരാജരക്ഷിത, ഇതിനെ സ്തുതിച്ചിരിക്കുന്നു. ഈ വിദ്യ എന്ന് പറയുന്നത് ഇന്ദ്രൻ രക്ഷിച്ചാണ്. ഇന്ദ്രരാജൻ, ഇന്ദ്രൻ
മറ്റു രാജാക്കന്മാര്, അല്ലെങ്കിൽ ഇന്ദ്രനായ രാജാവ്, ദേവരാജാവ് രക്ഷിക്കപ്പെട്ടത്. സ ദുഷ്പ്രാവ ദേവീരപി, ഇത് ദേവന്മാർ കൂടി ഇത് ദേവീരത്രാവി വിചികിത്സിതം പുരാന്ന് പോകുന്നല്ലോ. ദേവന്മാർ കൂടി ഇത് പ്രാപിക്കാൻ എളുപ്പമല്ല. യസ്മാത് അശിഭ്യാമപി ദേവഭിഷഭ്യാം ഇന്ദ്ര രക്ഷിത വിദ്യ മഹത ആയാസേന പറ. അശ്വിനി ദേവന്മാര്, ദേവവൈദ്യന്മാര്, അവരും വളരെ പ്രയാസപ്പെട്ടാണ് ഇന്ദ്രൻ ഇത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്ദ്രൻ രക്ഷിച്ചിരുന്ന ഈ വിദ്യയെ വളരെ പ്രയാസപ്പെട്ടാണ് അവർ നേടിയത്. വലിയ കാര്യങ്ങളെല്ലാം അങ്ങനെയാണല്ലോ, അപ്പം പ്രയാസത്തിലൂടെയാണ് നേടേണ്ടത്. ബ്രാഹ്മണസ്യ ശിരച്ഛിത്വ അശ്വ്യം ശിരഃ പ്രതിസന്ധായ തസ്മിൻ ഇന്ദ്രേണ ഛിന്നേ പുനഃസ്വശിരേവ പ്രതിസന്ധായ തേന ബ്രാഹ്മണസ്യ സ്വശിരസ ഏവ ഉക്ത അശേഷ ബ്രഹ്മവിദ്യാശ്രുത. ദദ്ധിങ് ആധർവണൻ എന്ന് പറയുന്ന ഋഷി, ഋഷിയുടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, ആ ദദ്ധിങ് ആധർവണൻ എന്ന് പറയുന്ന ഋഷിക്ക് ഈ വിദ്യ അറിയാമായിരുന്നു, ഇന്ദ്രനിൽ നിന്ന് കിട്ടിയാണ്. അപ്പോ ഇന്ദ്രൻ ഋഷിയോട് പറഞ്ഞു, ഇത് അലവലാദികൾക്കൊന്നും പറഞ്ഞു കൊടുക്കരുത്, യോഗ്യന്മാരെ കിട്ടിയാലേ പറഞ്ഞു കൊടുക്കാവൂ എന്ന് പറഞ്ഞു. ശൂദ്രന്മാർക്ക് പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു. ശൂദ്രന്മാര്, ചണ്ടാളന്മാര്, അവർക്കൊന്നും പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദുർബുദ്ധികൾക്ക് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരിതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞ് നാട്ടിൽ വേണ്ടാതീനങ്ങളെല്ലാം പ്രചരിപ്പിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത്. സദ്ബുദ്ധികൾക്കേ പറഞ്ഞു കൊടുക്കാവൂ, അതാ എന്റെ താല്പര്യം. അതുകൊണ്ട് ആധർവണൻ ഇത് ആർക്കും കൊടുക്കാതെ ഇത് വെച്ചിരുന്നു. അധികാരികളെ കിട്ടണ്ടേ ഇത് പറയാം, യോഗ്യന്മാര് വേണ്ടേ. കാരണം അശ്വതിന്റെ ഈ ദേവന്മാർ രണ്ടുപേരും ചെന്ന് പറഞ്ഞു, ഈ വിദ്യ ഒന്നറിഞ്ഞാൽ കൊള്ളാം, കാരണം ഞങ്ങൾക്ക് മറ്റ് പല വിദ്യകളും ഉണ്ട്, പക്ഷെ ഇതില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഭയമായി. ഇദ്ദേഹം പറഞ്ഞത്, ഇന്ദ്രൻ പറഞ്ഞിരിക്കുന്നു, ഇത് ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ തല വെട്ടിക്കളയുമെന്നാണ്, കടുത്ത ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു, അത് സാരമില്ല, വെട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് ആ വെട്ടുന്ന തലയെ പൊട്ടിച്ചു ചേർക്കുന്നതിനുള്ള വിദ്യ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു, എന്നാലും തല പോകുന്ന ആർക്കാണ് ഇഷ്ടമുള്ളത്? അവസാനം ഇത് ഒട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പറഞ്ഞാൽ ആദ്യം ഒരു കാര്യം ചെയ്യാം, അങ്ങനെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല, ഞങ്ങൾ കാണിച്ചു തരാം. ആദ്യം ഒരു കുതിരയുടെ തലയറുത്ത് കൊണ്ടുവന്നു. ഈ ഋഷിയുടെ തല അറുത്തു മാറ്റി, എന്നിട്ട് ഇവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു പിടിപ്പിച്ചു. അപ്പോൾ കുതിരമുഖം ആയി ഋഷിക്ക്. മറ്റേ തലയെടുത്ത് കുതിരയുടെ തലയിലും കൊണ്ടുവച്ചു, കാരണം നഷ്ടപ്പെടാതിരിക്കണമല്ലോ. എന്നിട്ട് കുതിരയെ കെട്ടിയിട്ടു, ഈ തലയും വെച്ച് അവിടെ രണ്ടും ഉറപ്പിച്ചു, മരുന്നൊക്കെ ഇട്ടു. അശ്വനിദേവന്മാർ ആണ് ശസ്ത്രക്രിയയുടെ ആദ്യത്തെ ആൾക്കാർ. ഇനി ഉപദേശിക്കാൻ പറഞ്ഞു. ഉടനെ ഋഷി കുതിരയുടെ ശബ്ദത്തിൽ, ആ കഥയാണ് ഇനി പറയുന്നത്, അത് വ്യാഖ്യാനിക്കേണ്ട, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നു. ഇത് പറയാൻ തുടങ്ങി. ഇന്ദ്രൻ നോക്കിയപ്പോൾ ഇന്ദ്രനെ പറ്റിച്ചിരിക്കുന്നു. കാരണം സത്യം പറഞ്ഞു, ഞാനൊരിക്കലും എന്റെ ഈ വാഗുകൊണ്ട് പറയത്തില്ലെന്ന്. ഇന്ദ്രൻ നോക്കിയപ്പോ കുതിരയുടെ വായു കൊണ്ടാ പറയുന്നത്. ഇന്ദ്രന് അതൊരു പറ്റിപ്പാണല്ലോ, തട്ടിപ്പാണല്ലോ. ഇന്ദ്രനത് പഠിച്ചില്ല. ഇന്ദ്രൻ പോയി വീണ്ടും വെട്ടിയാ തല. ഇവര് സർജറി ചെയ്ത് ചേർത്ത തല ഇന്ദ്രൻ മുറിച്ചു കളഞ്ഞു.
അശ്വിനി ദേവന്മാർ നേരത്തെ കണക്ക് കൂട്ടിയതാണ്. അവരെന്ത് ചെയ്തു? പോയി മറ്റേ തലയെ മുറിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഫിറ്റ് ചെയ്തു. പഴയ ഋഷിക്ക് പഴയ തല കിട്ടി. കുതിരയുടെ തലയെ തിരിച്ചവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തു. അപ്പോൾ ഋഷിക്ക് മനസ്സിലായി എന്തായാലും ശരി, ഇത് പറഞ്ഞാൽ തല പോകത്തില്ല, ഉറപ്പായി. ഇന്ദ്രനും മനസ്സിലായി തല മുറിച്ചിട്ട് യാതൊരു കാര്യമില്ല, കാരണം ഇവർ വീണ്ടും ഇത് തന്നെ ചെയ്യും. വീണ്ടും മുറിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഫിറ്റ് ചെയ്യും. അപ്പൊ ഇന്ദ്രൻ പിന്നീട് തല മുറിക്കാനൊന്നും പോയില്ല, മുറിച്ചിട്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലായി. ഋഷിക്കും മനസ്സിലായി ധൈര്യമായിട്ട് പറയാം, മുറിക്കുന്നെങ്കിൽ അവർ ഒട്ടിക്കുമല്ലോ. അങ്ങനെ ഋഷി ഉപദേശിക്കുന്നൊരു കഥയുണ്ട്. എങ്ങനെ ബ്രാഹ്മണസ്യ ശിരശ്ചിത്വ അശ്വം ശിരഃ പ്രതിസന്ധായ, ഋഷിയുടെ തലയെ മുറിച്ചിട്ട് അശ്വത്തിന്റെ ശിരസിനെ അവിടെ കൊണ്ട് ഒട്ടിച്ചു. തസ്മിൻ ഇന്ദ്രയുടെ ചിഹ്നെ, വീണ്ടും അതിനെ ഇന്ദ്രൻ ഛേദിച്ചു. പുനഃസ്വശിരൈവ പ്രതിസന്ധായ, വീണ്ടും പഴയ തലയെ കൊണ്ടുവന്ന് ഒട്ടിച്ചു. തേന ബ്രാഹ്മണസ്യ സ്വശിരസ ഏവ ഉക്താശേഷ ബ്രഹ്മവിദ്യ ശ്രുത. അപ്പോ ഇടയ്ക്ക് വെച്ച് ഇന്ദ്ര ശല്യപ്പെടുത്തിയെങ്കിലും ഒടുവിൽ ബ്രാഹ്മണൻ സ്വന്തം മുഖം കൊണ്ട് തന്നെ ആ ബ്രഹ്മവിദ്യ ഉപദേശിച്ച് പൂർത്തിയാക്കി. അത് അശ്വിനി ദേവന്മാരുടെ കഴിവ്. തസ്മത് തത പരതരം കിഞ്ചിത് പുരുഷാർത്ഥ സാധനം ന ഭൂതം ന ഭാവിവ. അതുകൊണ്ട് പറയുന്നു, ഇത്രയും ശ്രമകരമായി അശ്വിനി ദേവന്മാരത് ശ്രവിച്ചു. ഇന്ദ്രൻ ഇത്രയും ശ്രമകരമായി അത് സൂക്ഷിച്ചിരുന്നു. ബ്രാഹ്മണൻ ഇത്രയും റിസ്ക് എടുത്തത് ഉപദേശിച്ചു. ഇതെല്ലാം ആലോചിക്കുമ്പോൾ, ഇതെല്ലാം കൂടെ ചേർത്ത് ആലോചിക്കുമ്പോൾ എന്താണ്, തലയെക്കാളും വിലയുള്ള സാധനമാണിത് എന്നാണ് പറയുന്നത്. തസ്മാത് തദപരതരം കിഞ്ചിത് പുരുഷാർത്ഥ സാധനം ന ഭൂതം ന ഭാവി. തലകളഞ്ഞാരും ഒന്നും നേടാൻ ശ്രമിക്കത്തില്ലല്ലോ. അതിനൊക്കെ പിന്നെ എന്ത് കേൾക്കാൻ, എന്ത് ഇത് തല പോകുമെന്ന് ഉറപ്പായിട്ട് കൂടിയും ഈ വിദ്യ ഉപദേശിച്ചു. അതിനുശേഷമാണ് ഇത് ഉപദേശിക്കുന്നവരുടെ തല ഇന്ദ്രൻ അറക്കാത്തത്. അതുവരെ ഇന്ദ്രൻ തല അറുത്തുകൊണ്ടിരുന്നു. പിന്നീട് ഉപദേശിക്കുന്നവരുടെയും തല അറക്കാൻ ഇന്ദ്രൻ പോയിട്ടില്ല. മനസ്സിലായി അത് കാര്യമില്ല. അതുകൊണ്ട് ഇതിലും വലിയൊരു പുരുഷാർത്ഥ സാധനം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. ഈ ആത്മമധവിദ്യ, ആത്മബോധം പോലെ കുതൈവ വർത്തമാനം. ഇനി എന്താ വേറെയുള്ള ഈ കാലത്തിൽ, ഭാവിയിൽ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല, ഭൂതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കാലത്തിലും ഇതിനേക്കാൾ വലിയൊരു വിദ്യ അമൃത് സാധനമായില്ല. നാഥ പരാസ്തുതിരസ്തി ഇത്. അതുകൊണ്ടാണ് ഇവിടെ ഇതിനെ സ്തുതിക്കുന്നത്. അഭിചൈവസ്തുയതേ ബ്രഹ്മവിദ്യ സർവപുരുഷാർത്ഥാനാം കർമ്മഹി സാധനം. ഇത് ലോകേ പ്രസിദ്ധം. പുരുഷാർത്ഥം നേടുന്നത് കർമ്മം കൊണ്ടാണ്. ലോകസിദ്ധമാണ്. അതിന് വേദവും ശാസ്ത്രവും ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം, ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ കർമ്മം ചെയ്യണം. കർമ്മത്തിലൂടെയാണ് നേടുന്നത്. എന്ത് കർമ്മമായാലും ശരി, എന്ത് സാധ്യമായാലും ശരി. ഇവിടെ ധനം സമ്പാദിക്കണമെങ്കിൽ കർമ്മം വേണം, യശസ് നേടണമെങ്കിൽ കർമ്മം വേണം, സുഖഭോഗങ്ങൾ അനുഭവിക്കണമെങ്കിൽ കർമ്മം വേണം. ലോകരെല്ലാവരും ഈ കർമ്മം ചെയ്ത് അതിലൂടെ ഇതൊക്കെ നേടുക ചെയ്യുന്നത്. കർമ്മത്തിനാണെങ്കിലോ തച്ചകർമ്മം വിത്തസാധ്യം. സമ്പത്തില്ലാതെ കർമ്മം സാധ്യമല്ല. അത് യാഗാദി കർമ്മങ്ങളായാലും ശരി, ഇന്നത്തെ ലൗകികമായ കർമ്മങ്ങളായാലും ശരി, കർമ്മസാധ്യമായ കാര്യങ്ങൾ പലതാണ്. അതിനാഗ്രഹമുള്ളവർ കർമ്മം ചെയ്യും. ആ കർമ്മം വിത്തസാധ്യമാണ്. അതിനുവേണ്ടി വിത്ത സമ്പാദിക്കണം. തേന ആശാവിനാസ്തി അമൃതത്വം. പക്ഷെ ഇക്കാര്യങ്ങളിലെല്ലാമാണ് മുഴുകിയിരിക്കുന്നതെങ്കിൽ ഇവിടെ പറയുന്ന അമൃതത്വത്തിന് യാതൊരു പ്രതീക്ഷയും വേണ്ട. കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഓരോന്ന് നേടുക,
കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി വിത്ത സമ്പാദിക്കുക, ഇതിലാവും അവന്റെ പ്രയത്നം. രാവും പകലും സമ്പത്തുണ്ടാക്കുന്നതിനും അത് ചെലവഴിക്കുന്നതിനും അതിന്റെ ഫലങ്ങളെ നേടുന്നതിനും വേണ്ടി മാത്രം ഒരാളുടെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കേണ്ടി വരും. മോക്ഷത്തിനുള്ള പ്രതീക്ഷയൊന്നും അവിടെ ഇല്ല. തദിതാമൃതത്വം കേവലയ ആത്മവിദ്യ കർമ്മനിരപേക്ഷയ പ്രാപ്യത. അതുകൊണ്ട് ഈ പറയുന്ന അമൃതത്വം ഈ കർമ്മഭ്രാന്ത് കൊണ്ട് നേടാൻ പറ്റത്തില്ല. ഈ കർമ്മം എന്ന് പറയുന്ന ഒരുതരം ഭ്രാന്താണ്. അതുകൊണ്ട് അമൃതത്വം കർമ്മനിരപേക്ഷയ, അത് കർമ്മവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പറയുന്നു കേവലയ ആത്മവിദ്യ, കർമ്മത്തെ അതിനോട് ബന്ധിപ്പിക്കാൻ ഒക്കത്തില്ല. ആത്മവിദ്യ കർമ്മനിരപേക്ഷ, അത് സ്വതന്ത്രമാണ്. ആ വിദ്യ കൊണ്ടാണ് നേടേണ്ടത് അമൃതത്വം. യസ്മാത് കർമ്മപ്രകരണേ വക്തും പ്രാപ്താഭിസതി പ്രവൃഗ്യപ്രകരണേ കർമ്മപ്രകരണ ഉത്തീര്യ കർമ്മണ വിരുദ്ധത്വ കേവല സന്യാസ സഹിത അഭിഹിത അമൃത സാധനായ. അതുകൊണ്ട് ഈ പറയുന്ന ഈ കഥ കർമ്മപ്രകരണത്തിൽ ഏതാണ് കർമ്മപ്രകരണം? പ്രവർഗ്യം. പ്രവർഗ്യം എന്ന് പറയുന്ന കർമ്മത്തിന്റെ പ്രകടനത്തിൽ പറയുന്നതാണ്. അവിടെ പറയാൻ തുടങ്ങിയതാണ്. എങ്കിലും അവിടെ നിന്ന് മാറ്റി ഈ കഥ ഉത്തീര്യ കർമ്മണ വിരുദ്ധത്വം, അത് ഈ വിദ്യ കർമ്മവുമായിട്ട് വിരുദ്ധമാണ്. കേവല സന്യാസസഹിത അഭീത, ഈ വിദ്യ കേവല സന്യാസസഹിതമാണ്, കർമ്മസഹിതമല്ല. ആത്മബോധം കർമ്മസഹിതമല്ല, മറിച്ച് കർമ്മത്യാഗസഹിതമാണ് എന്നാണ്. അഭിഹിത അമൃതത്വ സാധനായ, അതെല്ലാം നമ്മൾ വിശദീകരിച്ചാണ്. തസ്മനാഥപരം പുരുഷാർത്ഥ സാധനമസ്തി, അതുകൊണ്ട് ഇതിനപ്പുറം ഒരു പുരുഷാർത്ഥ സാധനമില്ല. വസ്തുത ബ്രഹ്മവിദ്യ സർവഹി ലോകേ പറയുന്നു. ദ്വന്ദ്വ ആരാമ, ഈ ലോകത്തെ സർവ ജീവികളും ദ്വന്ദ്വ ആരാമന്മാരാണ്, ദ്വന്ദ്വത്തിൽ ആരമിക്കുന്നവരാണ്. ദ്വന്ദ്വാത്മകമായ ഭൗതികമായ സുഖങ്ങളിൽ മാത്രം മുഴുകിയിരിക്കുന്നവരാണ് ലോകത്ത് സർവരും. അദ്വന്ദ്വം ഏതായാലും ശരി. സവൈ നൈവ രമേ തസ്മാത് ഏകാകി നരമതേ, ഏകാകി ഈ ദ്വന്ദ്വത്തിൽ മുഴുകാത്തവൻ എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞ സർവ സന്യാസ സഹിതനായവൻ, അവൻ ഈ ദ്വന്ദ്വാത്മകമായ സുഖത്തിൽ മുഴുകുന്നില്ല. ഇത് ശ്രുതേഹി യാജ്ഞവൽക്യോ ലോകസാധാരണോപി സന്നാത്മജ്ഞാന ബലാത് ഭാര്യ പുത്ര വിത്താദി സംസാര രതിം പരിത്യജ്യ പ്രജ്ഞാനതൃപ്ത ആത്മരതിർബഭൂവ ലോകസാധാരണോപി. യാജ്ഞവൽക്കൻ മറ്റുള്ളവരെ പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യൻ, ഭാര്യ പുത്രാദികളോടുകൂടിയൊക്കെ കഴിഞ്ഞവനാണെങ്കിലും ആത്മജ്ഞാനം ബല, ആത്മജ്ഞാനത്തിന്റെ ബലം കൊണ്ട്, ആത്മബോധത്തിന്റെ ബലം കൊണ്ട് ഭാര്യ പുത്ര വിത്താദി സംസാര രതിം പരിത്യജ, ഭാര്യ പുത്രൻ വിത്തം തുടങ്ങിയ സംസാര സുഖത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രജ്ഞാനതൃപ്ത, ഇതെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവൻ ജ്ഞാനതൃപ്തനായി, പ്രജ്ഞാനതൃപ്തനായി, ആത്മരതിർബഭു ആത്മാനന്ദത്തെ അനുഭവിക്കുന്നവനായി, ഭാര്യാപുത്രാദി സുഖത്തെ ഉപേക്ഷിച്ച് ആത്മാനന്ദത്തെ അനുഭവിക്കുന്നു. ബഭൂവ അഭിചൈവസ്തുത ബ്രഹ്മവിദ്യ യസ്മാത് യാജ്ഞവൽക്യേന സംസാരമാർഗ ഉത്തിഷ്ഠാഭിപ്രിയായി ഭാര്യയായി പ്രീത്യർത്ഥം ഏവ അഭിഹിത ഉത്തിഷ്ഠത അഭി. അപ്പോൾ യാജ്ഞവൽക്കൻ എന്ത് ചെയ്തു? ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യയുടെ പ്രീതിക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടി ഇത് ഈ സംസാരമാർഗത്തിൽ നിന്ന് വേറിട്ടതായി ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചു. പ്രിയം ഭാഷസേ ഏഹി അസ്വ, ഇതിലിംഗതോട് പറയുന്നു, നീ പറയുന്ന നല്ല കാര്യമാണ്, നീ വരിക, ഇവിടെ ഇരിക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക,
എന്ന് പറഞ്ഞ് അസ്വ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞ എന്താണ്? ഈ സംസാരത്തെ വിട്ടിട്ട് വരിക എന്നാണ്. സംസാരത്തിൻ്റെതായ നീ എന്തെല്ലാം സൂക്ഷിക്കുന്നുണ്ടോ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് വരിക, വന്നിട്ടിത് കേൾക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ആത്മബോധം അങ്ങനെ ശ്രവിക്കേണ്ടതാണ്, അങ്ങനെ ഉപദേശിക്കേണ്ടതാണ് എന്ന് പറയുന്നു. തത്രയും സ്തുതിയെടുത്ത ആഖ്യായികയ്ക്കാവൂച്ചാമ. ഇത് സ്തുതിക്ക് വേണ്ടിയിട്ടാണ് ഈ കഥ. കാ പുനഃസാഖ്യായിക. ആ കഥ എന്താണെന്ന് പറയുന്നു വെച്ചതേ, ഇതം വൈ തന്മധു ദധ്യം ആധർവണോ അശുഭ്യം വാച തദ്ദേതദൃശി പശ്യന്നവോജത് തദ്വാം നരാത്നയേ ദംസ ഉഗ്രം ആവിഷ്കൃണോമി തന്യതുർനവിഷ്ഠിം. ഇതം വൈ തന്മധു. ഈ മധുവിദ്യയെ ദധ്യങ് ആധർവണൻ, ദധ്യൻ ആധർവണൻ എന്ന് പറയുന്ന ഋഷി അശുഭ്യം വാച അശ്വിനി ദേവന്മാർക്ക് വേണ്ടി ഉപദേശിച്ചു. തദ്ദേതത് ഋഷി പശ്യൻ വാച. ഈ സംഭവത്തെ ഗ്രഹിച്ചുകൊണ്ടിവിടെ ഋഷി വേദം പറയുകയാണ്, അല്ലെങ്കിൽ മന്ത്രദുഷ്ടാവായ ഋഷി പറയുന്നു. ഋഷി പറയുന്നു എന്ന് പറയുന്നതാണ് അടുത്ത് പറയുന്നു. ഇങ്ങനെ ഒരു കഥയുണ്ട്, അതിനെ വേദം പറയുന്നു എന്ന് താല്പര്യം. തദ്വാം നരാസനയെ. അല്ലയോ നരാകൃതിയുള്ള, മനുഷ്യാകൃതിയുള്ള അല്ലയോ അശ്വിനി ദേവന്മാരെ, എങ്ങനെയാണോ മേഘം വൃഷിയെ നൽകുന്ന അതുപോലെ ഈ ബ്രഹ്മവിദ്യയെ പ്രാപിക്കുന്നതിന് വേണ്ടി സനയെ അത് നേടുന്നതിന് വേണ്ടി എന്നാണ് സനയെ എന്ന് പറഞ്ഞതാണ്. ആ ബ്രഹ്മവിദ്യയെ നേടുന്നതിന് വേണ്ടി ദംസ ഉഗ്രം, ഉഗ്രമായി കർമ്മത്തെ, ദംസ കർമ്മം, വേദത്തിലെ ശബ്ദങ്ങളുടെയൊക്കെ അർത്ഥം വേറെയാണ്, ലൗകികമായ അർത്ഥങ്ങളല്ല. ആവിഷ്കൃണോമി പ്രകടമാക്കുന്നു. ഇത് ഉഗ്രമായ കർമ്മം എന്ന് പറയുന്നതാണ് ആ ശിരച്ഛേദനം എന്ന് പറഞ്ഞ കഥയിലെ കർമ്മം. അങ്ങനെ അവർ ആ ശിരസ്സൊക്കെ ഛേദിച്ച് ആ ബ്രഹ്മവിദ്യയെ ഗ്രഹിച്ചു. മധു ആധർവണോ വാം അശ്വസ്യ ശീർണ പ്രയതിയും ഉവാച. ആ വിദ്യയെ അശ്വസ്യ ശീർണ, മുറിച്ച അശ്വത്തിന്റെ ശിരസ് അതിലൂടെ ശ്രവിച്ചു. ദധ്യംഗഷിയിൽ നിന്ന് എന്നിങ്ങനെ സ്തുതിക്കുകയാണ്. ഋഷി ആ മുറിഞ്ഞ ശിരസിലൂടെ അതിനെ ഉപദേശിച്ചു, അതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ആ കഥയെ. ഇതം വൈ തത് മധു ദധിങ് ആധർവണോ അശുഭ്യം ഉവാച തദ്ദേതദൃശി പശ്യന്നവോചത്. ആധർവണായ അശ്വിന ദധീജേ അശ്വവിംശിര പ്രതീരയതം സവാം മധു പ്രവോചത് വൃത്തായം ത്വഷ്ടം യദ്ദസ്രാവപി
കക്ഷ്യം വാമിതി. ഈ മധുവിദ്യയെ ദധിങ് ആഥർവണൻ എന്ന് പറയുന്ന ഋഷി അശ്വിനികുമാരന്മാർക്ക് ഉപദേശിച്ചു. തദ്ദേത ഋഷി പശ്യന്ന ഓജ. ഈ സംഭവത്തെ ഓർത്തുകൊണ്ട് മന്ത്രം പറയുന്നു. ആഥർവണായ അശ്വിന ദധീചേ. അല്ലയോ അശ്വിനികുമാരന്മാരെ, നിങ്ങൾ ആ ദധ്യാഥർവണന് വേണ്ടി അശ്വത്തിന്റെ ശിരസിനെ കൊണ്ടുവന്നു. അതാണ് അശ്വം ശിരപ്രത്യരയതം. അശ്വത്തിന്റെ ശിരസിനെ അശ്വത്തിൽ നിന്ന് അറുത്ത് കൊണ്ടുവന്നു. സവാ മധു പ്രവോചത്. ഋഷി നിങ്ങൾക്ക് അവിദ്യ ഉപദേശിച്ചു. ത്വഷ്ടം. യദ്സ്രവവി കക്ഷ്യം വാം. ആത്മജ്ഞാന സംബന്ധിയായ രഹസ്യമായ ആ വിദ്യയെ അങ്ങനെ നിങ്ങൾക്ക് ഉപദേശിച്ചു. പ്രത്യരയതം, നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു എന്നാണ്. കക്ഷ്യം രഹസ്യമായ വിദ്യ, അതാണ് കക്ഷ്യം നിങ്ങൾക്ക് ഉപദേശിച്ചു. ദസ്രം, നിങ്ങൾ രണ്ടർത്ഥം കൊടുക്കാം. ആ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാമർഥ്യമുള്ളവരായ നിങ്ങൾ ഇന്ദ്രനെ പരാജയപ്പെടുത്തിയില്ലേ? തല അറുത്തു മാറ്റി വീണ്ടും തല കൊണ്ടുവച്ചതുകൊണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ ആ വിദ്യയെ ആഥർവണേഷയിൽ നിന്ന് ശ്രവിച്ചു എന്നാണ്. അവിടെയും അതിന്റെ വ്യാഖ്യാനമാണ് കൊടുത്തിരിക്കുന്നത്. ഇതം വൈ തന്മധു ദധിങ് ആഥർവണോ അശുഭ്യാം ഉവാച തദ്ദേതത് ഋഷി പശ്യന്നവോചത് പുരശ്ചക്രേ ദ്വിപതഃ പുരശ്ചക്രേ ചതുഷ്പദഃ പുരസ്സ പക്ഷീ ഭൂത്വാ പുരഃ പുരുഷ ആവിശത് ഇതി സവായം പുരുഷഃ സർവാസു പൂർഷു പുരുഷയോ നൈനേന കിഞ്ചന അനാവൃതം നൈനേന കിഞ്ചന അസംവൃതം. ഇതം വൈ തന്മധു ദധിങ്ങാഥർവണോ അശുഭ്യോ വാച തദ്ദേതത് ഋഷി പശ്യന്നവോച. ഇത് പൂർവ്വം, ഇതെല്ലാം പഴയതുപോലെ തന്നെയാണ്. ഉക്തോ മന്ത്രോ പ്രവൃഗ്യ സംബന്ധാഖ്യായിക ഉപസംഹർത്താരോ. അത് ആ പ്രവൃഗ്യ കർമ്മപ്രകടനത്തിലുള്ള കഥയാണ്. അതിനാണ് പറയുന്നത്. ആ കഥ ഇവിടെ പ്രകാശിപ്പിക്കുന്നു. പുരശ്ചക്രേ ദ്വിപതഃ പുരശ്ചക്രേ ചതുഷ്പദഃ. പരമാത്മാവ് സൃഷ്ടിയുടെ ആരംഭത്തിൽ 2 കാലുള്ളവയും സൃഷ്ടിച്ചു, 4 കാലുള്ളവയും സൃഷ്ടിച്ചു. എന്നിട്ട് പുരസ്സ പക്ഷീഭൂത്വ പുരപുരുഷ ആവിശൻ. ആ പരമാത്മാവ് ഒരു പക്ഷിയായിട്ട് പലയിടത്തും പറയുന്നുണ്ടല്ലോ. തസൃഷ്ട തദേവന പ്രാവശ്യം. അതുപോലെ ഇവിടെയും പറയുന്നു, ഒരു പക്ഷിയുടെ രൂപത്തിൽ ഈ ശരീരത്തിൽ പ്രവേശിച്ചു എന്നാണ്. പുരഹ പുരസ്ഥ സൈശ്വര പക്ഷി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ലിംഗശരീരം, സൂക്ഷ്മ ശരീരത്തിലൂടെ. കാരണം ചൈതന്യത്തിന് സഞ്ചരിക്കാനോ പ്രവേശിക്കാനോ ഒന്നും കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് പറയുന്നു ഈ ശരീരത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് പറയുന്നു സവായം പുരുഷ സർവാസ പുരുഷ സർവശരീരേഷു പുരുഷേഹ.
പുരുഷേതേ ഇത് പുരുഷ സൻ പുരുഷ ഉച്ചേതി. സർവ ശരീരങ്ങളിലും അവൻ ശയിക്കുന്നു. അതുകൊണ്ട് അവന് പുരുഷനെന്ന് പേര് വന്നു. ആത്മാവിന് പുരിശേഹ പുരുഷേതേ ഇത് പുരുഷേഹ. പലതരത്തിലും മുമ്പൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിച്ച് ആ സൃഷ്ടിയിൽ സൃഷ്ടികർത്താവ് തന്നെ എന്നുള്ള തത്വത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. സൃഷ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന സൃഷ്ടികർത്താവ് തന്നെ. ഈ സൃഷ്ടികർത്താവ് സൃഷ്ടിയിൽ നിന്നും ബാഹ്യമാണ്. ബാഹ്യമായി എവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഈ സൃഷ്ടിയെ നടത്തി, എന്നിട്ട് എവിടെ ഇരുന്നുകൊണ്ട് ഈ സൃഷ്ടിയെ സംഹരിക്കുന്നു, എവിടെ ഇരുന്നുകൊണ്ട് സൃഷ്ടിയെ നിലനിർത്തുന്നു, അതുപോലെ എവിടെ ഇരുന്നുകൊണ്ട് ഈ സൃഷ്ടിയെ നിയന്ത്രിക്കുന്നു എന്നൊക്കെയുള്ള വിശ്വാസം അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. സൃഷ്ടിച്ചവൻ ഈ സൃഷ്ടിയിൽ തന്നെ ഉണ്ട്, അല്ല ബാഹ്യമല്ല. നേനേന അനേന കിഞ്ചന കിഞ്ചിതപ്പി അനാവൃതം അനാച്ഛാദിതം. അവനില്ലാത്ത ഒന്നുമില്ല. കിഞ്ചിത് വസ്തു അവ്യാപ്തം ഓതതന്തുഭരിവ വസ്ത്രം. എങ്ങനെയാണോ നെയ്ത നൂലുകൊണ്ട് വസ്ത്രം പൂർണ്ണമായിരിക്കുന്നു, അതുപോലെ സൃഷ്ടികർത്താവിനെ കൊണ്ട് സൃഷ്ടി പൂർണ്ണമായിരിക്കുകയാണ്. അതാണ് നൂലിന്റെയും വസ്ത്രത്തിന്റെയും ഉദാഹരണം പറഞ്ഞത്. അതാണ് കിഞ്ചിതൊക്കെ അനാവൃതം അനാച്ഛാദിതം. അതില്ലാത്ത ഒന്നുമില്ല. സൃഷ്ടികർത്താവ് ഇല്ലാത്ത ഒന്നുമില്ല ഇവിടെ. അത് സൃഷ്ടിയിൽ സൃഷ്ടികർത്താവ് തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്. തഥാനേന കിഞ്ചന അനാവൃതം അസംവൃതം അനനുപ്രവേശിതം. അത് കടന്നിട്ടില്ലാത്ത ഒന്നുമില്ല ഈ സൃഷ്ടിയിൽ. സൃഷ്ടികർത്താവ് പ്രവേശിച്ചിട്ടില്ലാത്തതായ ഒന്നും സൃഷ്ടിയിലില്ല. അത് സർവത്ര നിറഞ്ഞിരിക്കുന്നു, അനുസ്യൂതമായിരിക്കുന്നു. അതിൽ നിന്ന് മാറിയിക്കാൻ ഒന്നിനും കഴിയില്ല, സൃഷ്ടിയിൽ ഒന്നിനും കഴിയില്ല. അതാണ് ബാഹ്യഭൂതേന അന്തർഭൂതേന ച ന അനാവൃതം. നൂലുകൊണ്ട് എങ്ങനെയാണോ വസ്ത്രം ഉള്ളും പുറവും നിറഞ്ഞിരിക്കുന്നു, അങ്ങനെ ഉള്ളിലാണ് പുറമേ ഇല്ലാന്നില്ല. അങ്ങനെയല്ല. ബ്രഹ്മം അങ്ങുള്ളിലാണ്, പുറമേ വേറെയാണ്. അങ്ങനെയല്ല. നൂലുള്ളിലും വസ്ത്രം പുറമേ അല്ല. അങ്ങനെയല്ലല്ലോ. സ്വർണ്ണ ഉള്ളിലും ആഭരണം പുറമേയാണോ? അല്ല. അതാണ് അവിടെ മുഖ്യമായിരിക്കുന്നത്. നമ്മുടെ ധാരണ വരുന്നത് അങ്ങനെയാണ്. സ്വർണ്ണ ഉള്ളിൽ ആഭരണം പുറമേ, നൂലുള്ളിൽ വസ്ത്രം പുറമേ. അങ്ങനെയല്ല. സൂക്ഷിച്ചു നോക്കുക. അവിടെ വസ്ത്രം ഉള്ളിൽ അല്ലെങ്കിൽ നൂലുള്ളിൽ വസ്ത്രം പുറമേ നൂല് പുറമേ അങ്ങനെ പറയാൻ പറ്റില്ല. നോക്കിയാൽ അത് എന്റെ രീതി ഏതാണ്? ബാഹ്യഭൂതേന അന്തർഭൂതേന അനാവൃതം. അവ്യാപ്തം അനാവൃതം. അത് വ്യാപിക്കാത്ത ഒന്നുമില്ല. ഉള്ളെന്നോ പുറമെന്നോ പ്രപഞ്ചവും ബ്രഹ്മവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയണം. ആ ബ്രഹ്മം വ്യാപിച്ചിട്ടില്ലാത്ത ഒരംശം പോലുമില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്നൊക്കെ വേർതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ അത് വ്യാപ്തമായിരിക്കുകയാണ്. എന്തുകൊണ്ട്? ആത്മാ പൂർണ്ണമാണ്. അതിന് എവിടെയെങ്കിലും ഇരിക്കാതിരിക്കാൻ കഴിയത്തില്ല. അത് പൂർണ്ണമാണ്. ഏവം സ ഏവ
അത് ശ്രദ്ധിക്കണം, ആ ഭാഗം. അതുകൊണ്ട് സ ഏവ, ഈ ആത്മാവ് തന്നെ, പരമാത്മാവ് തന്നെ, ആരാണോ സൃഷ്ടിച്ചിട്ട് പക്ഷി രൂപത്തിൽ ഈ സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്തു എന്ന് പറയുന്ന ആ പരമാത്മാവ് തന്നെ നാമരൂപാത്മന, നാമരൂപങ്ങളായി, പരമാത്മാവ് തന്നെ നാമരൂപാത്മന, നാമരൂപരൂപത്തിൽ, അന്തർബഹിർഭാവേന, അന്തർബഹിർരൂപത്തിൽ, കാര്യകരണരൂപേണ, കാര്യകരണരൂപത്തിൽ വ്യവസ്ഥിത. തതോ അന്യത് അണുമാത്രം അപ്യസ്തി. അതുകൊണ്ട് അതിൽ നിന്ന് അന്യമായി അണുപോലുമില്ല. ഈ നാമരൂപങ്ങളായിരിക്കുന്നത് ആ പരമാത്മാവ് തന്നെ എന്നാണ്. ഇത് കൂടുതൽ തെളിച്ചെന്ന് പറയുന്നു. സൈവ നാമരൂപാത്മന, അവൻ തന്നെയാണ് നാമരൂപാത്മമായിരിക്കുന്നത്, പരമാത്മാവ് തന്നെയാണ്. അത് പറയുന്നത് ആ പരമാത്മാവ് തന്നെയാണ് പ്രപഞ്ചരൂപത്തിലിരിക്കുന്നത്. ഇതിലും തെളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നാമരൂപാത്മകമായിരിക്കുന്നതെന്ന് തന്നെ പറയുന്നു. എന്നുവെച്ചാൽ അവാസ്തവമായിരിക്കുന്നത് അതാ പരമാത്മാവ് തന്നെ. പരമാത്മാവ് പരമാർത്ഥം തന്നെ, വാക്കിനും മനസ്സിനുമൊക്കെ അതീതം തന്നെ. പക്ഷേ വാക്കിനും മനസ്സിനും വിഷയമായ ഈ നാമരൂപാത്മകമായിരിക്കുന്നതും ആ പരമാത്മാവ് തന്നെ എന്നാണ്. ഇതാണ് പലർക്കും പിടികിട്ടാത്ത കാര്യം. നിർവികാരിയായിരിക്കുന്ന ബ്രഹ്മം എങ്ങനെയാണ് നാമരൂപാത്മകമായിരിക്കുന്നത്? അതുകൊണ്ട് നാമരൂപാത്മകമായിരിക്കുന്നത് പരമാത്മാവല്ല. പിന്നെ എന്താ നാമരൂപാത്മകമായിരിക്കുന്നത്? പരമാത്മാവല്ലാതെ രണ്ടാമതൊന്നുണ്ടോ ഇങ്ങനെ ആകാൻ? അതില്ലല്ലോ. അതുകൊണ്ടാണ് സയേവ, പരമാത്മാവ് തന്നെ നാമരൂപാത്മന, നാമരൂപത്തിൽ, അന്തർബഹിർഭാവേന, അന്തർബഹിർ രൂപത്തിൽ, കാര്യകരണ, അത് തന്നെയാണ് കാര്യമായും കരണമായും ഇരിക്കുന്നത്. നമ്മൾ പറയുന്നു എന്റെ ഉള്ളിൽ എന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയായി, എന്റെ ശരീരത്തിന് സാക്ഷിയായി, എന്റെ മനസ്സിന് സാക്ഷിയായിരിക്കുന്ന ആത്മാവ്. ഇതെല്ലാം എന്താണ്? ഇത് ആത്മഭിന്നമായ അനാത്മവസ്തുക്കൾ. സാർ നമ്മൾ പറഞ്ഞു വരുന്നതാണ്. ഇവിടെ പറയുന്നു ഈ കാര്യമായ ശരീരമായും ഈ കർണമായ മനസ്സ് ഇന്ദ്രിയങ്ങളായും അന്തർബഹിർഭാവത്തിൽ, ഉള്ളിൽ സർവസാക്ഷിയായും ബഹിർഭാവത്തിൽ ഈ രൂപത്തിലും നാമരൂപാത്മകമായും വ്യവസ്ഥിതനായിരിക്കുന്നവൻ ആരാണ്? സയേവ, പരമാത്മാവ് തന്നെ. ഇനി എന്താ സംശയം? ഇതിൽ കൂടുതൽ വ്യക്തമാക്കുന്ന തതോ അണു മാത്രമൊപ്യസ്തി, അതിൽ നിന്ന് അന്യമായിട്ട് അണുകൂടിയില്ല, ഒന്നും തന്നെ ഇല്ല. ആ പരമാത്മാവിൽ നിന്ന് അന്യമാണെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ ഇവിടെ യാതൊന്നുമില്ല. എല്ലാം പരമാത്മാവ് തന്നെ. എന്തിനും നിഷേധിക്കും? ഇത് പരമാത്മാവല്ല. അതാണ് പറഞ്ഞത്. എന്താണ്? വ്യാപ്തമായിരിക്കുന്നു, അവൻ പൂർണ്ണനായിരിക്കുന്നു. പരമാത്മാവ് പൂർണ്ണനും വ്യാപ്തവുമായിരിക്കെ അല്ല, ഇല്ല എന്ന് നിഷേധിക്കാൻ എന്ത്? ഒന്നുമില്ല ഇവിടെ. പ്രപഞ്ചത്തെ നിഷേധിക്കാൻ വയ്യ. അത് തന്നെ പ്രപഞ്ചമായിരിക്കുന്നത്. നാമരൂപാത്മന അന്തർബഹിർഭാവേന കാര്യകരണരൂപേണ വസ്തുത. പുരശ്ചക്ര ഇത്യാദി മന്ത്ര സംക്ഷേപ. ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ച മന്ത്രം പുരശ്ചക്രേ ദിപത പുരശ്ചക്രേ ചതുഷ്പത എന്ന് പറയുന്ന മന്ത്രം ചുരുക്കത്തിൽ എന്താ പറയുന്നത്? ആത്മേകത്വമാചഷ്ടേ, ആത്മേകത്വത്തെ പറയുക. ആ പരമാത്മാവ് ഏതൊക്കെ രൂപത്തിൽ സ്ഥിതി ചെയ്താലും ശരി, നാനാരൂപത്തിൽ സ്ഥിതി ചെയ്താലും ശരി, അത് ഏകമാണ്, അതിന്റെ രൂപം ഏകമാണ് എന്നുള്ള കാര്യം പറയുകയാണ്.
പൂർണ്ണാത്വാ പുരുഷസ്വയം ബ്രഹ്മേകം പുരുഷസ്തത. പൂർണ്ണ, ഇത് പൂർണ്ണമായിരിക്കുന്നു, അതുകൊണ്ട് പുരുഷനാണ്. സ ബാഹ്യാഭ്യന്തരോ ഹ്യജ, അതൊക്കെ മുമ്പ് വന്നിട്ടുണ്ട്. എന്നാലും ബ്രഹ്മം തന്നെ നാമരൂപാത്മകമെന്ന് ഇവിടെ ആ ഭാഷ്യകാരൻ പറയുന്നു. സവേവ നാമരൂപാത്മനാ വ്യവസ്ഥിത എന്ന് തെളിച്ചും പറയുന്നത് ഇവിടെയാണ്. മറ്റു പല ഭാഗങ്ങളിലും നാമരൂപങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. ആ ബ്രഹ്മ ഈ നാമരൂപങ്ങളെല്ലാം നേതി നേതി എന്ന് നിഷേധിക്കുകയാണ്. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. നാമരൂപാത്മകമായിരിക്കുന്ന ആ ബ്രഹ്മം തന്നെ ഇതും അദ്വൈതമാണെന്നെങ്കിലും മനസ്സിലാക്കുക. ഒരിടത്ത് പറയുമ്പോൾ ഒന്ന് മാത്രം കേട്ടിട്ടാണ് നാമരൂപശൂന്യമാണ്, നാമരൂപരഹിതമാണ്, തത്വമാണെന്ന് പറഞ്ഞ് കേട്ടില്ല. ഇതാണ് ബ്രഹ്മം എന്ന് മാത്രം ധരിക്കരുത്. ഇങ്ങനെ പറയുമ്പോൾ നാമരൂപത്തിലിരിക്കുന്നതും ബ്രഹ്മം തന്നെ, ഉള്ളിലിരിക്കുന്നതും ബ്രഹ്മം തന്നെ, പുറത്തിലിരിക്കുന്നതും ബ്രഹ്മം തന്നെ. അതിന് നമ്മൾ ഗീതയുടെ ഭാഗത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. കണ്ണടച്ചാലും ബ്രഹ്മം തന്നെ, കണ്ണ് തുറന്നാലും ബ്രഹ്മം തന്നെ. അല്ല, കണ്ണടച്ചാലേ ബ്രഹ്മമുള്ളൂ എന്നില്ല, കണ്ണ് തുറന്നാലും ബ്രഹ്മം തന്നെ. ഉള്ളിലും ബ്രഹ്മം തന്നെ, പുറമേയും ബ്രഹ്മം തന്നെ. നാമരൂപാത്മന അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. അതിനാണ് വസ്ത്രത്തിന്റെ നൂലിന്റെ ഉദാഹരണം പറഞ്ഞത്. പുറത്തേരിവാസ എന്ന് പറഞ്ഞതാണ്. നെയ്ത നൂല് തന്നെ വസ്ത്രം, വസ്ത്രത്തിന്റെ ഉള്ളിലും പുറമേ നൂല് തന്നെ, നൂലിന്റെ ഉള്ളിലും പുറമേ എല്ലാം വസ്ത്രം തന്നെ. വേർതിരിക്കാൻ വയ്യ, ഇത് നൂല് ഇത് വസ്ത്രം എന്ന് വേർതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അഭേദത്തെയാണ് ഇവിടെ പറയുന്നത് ഈ മന്ത്രത്തിൽ. ഇനി എന്താ അദ്വൈതം പഠിക്കാനുള്ളത്? ഇനി അദ്വൈതം മനസ്സിലാക്കാനൊന്നുമില്ല. പരമാവധി പറയാന്നുള്ള ഇതാണ്. ഇതിനപ്പുറം അദ്വൈതത്തെ ബോധിപ്പിക്കാനൊന്നുമില്ല. ഇതം വൈ തത് മധോ ദദ്യങ് ആധർമോണോ അശ്വഭ്യാം ഉവാച തദേതദ്ദശി പശ്യന്നവോചത് പുരശ്ചക്രേ ദ്വിപതഃ പുരശ്ചക്രേ ചതുഷ്പതഃ പുരഃ സ പക്ഷീ ഭൂത്വാ പുരഃപുരുഷ ആവിശദതി സവായം പുരുഷഃ സർവാസു പൂർഷു പുരിശയോ നൈനേന കിഞ്ചന അനാവൃതം നൈനേന കിഞ്ചന അസംവൃതം. ഇതം വൈ തത് മധോ ദദ്യങ് ആധർമണോ അശ്വഭ്യാം ഉവാച തദേതദ്ദശി പശ്യന്നവോചത് രൂപം രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ ഇന്ദ്രോ മായാഭീ പുരുരൂപീയതേ യുക്തഹ്യസ്യ ഹരയഃ ശതാദശേതി അയം വൈ ഹരയോ അയം വൈ ദശ ച സഹസ്രാണി ബഹൂനി ച അനന്താനി ച തദേതദ് ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം അയം ആത്മാ ബ്രഹ്മ സർവാനുഭൂരിത്യനുശാസനം. ഇവിടെ ഈ പറഞ്ഞ മന്ത്രത്തിൽ വന്ന ഈ ഭാഗങ്ങളെല്ലാം ഭാഷ്യകാരൻ പല സ്ഥലത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് രൂപം, ദുരൂപം, പ്രതിരൂപവും ബഭൂവ, തദസ്യ രൂപം പ്രതിചക്ഷണായ, ഇത് മുമ്പ് വന്നിട്ടുണ്ട്. ഇന്ദ്രോ മായാഭി പുരുരൂപീയത്തെ, ഈ മന്ത്രഭാഗം ധാരാളം ചർച്ച ചെയ്യുന്നതാണ് പല ഭാഗത്തും. പിന്നെ
തദ്ദേതദ് ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം. ഇതും പല ഭാഗത്തും ചർച്ച ചെയ്യുന്നതാണ്. അയമാത്മാ ബ്രഹ്മ, ഇതും അതുപോലെ തന്നെ മഹാവാക്യം എന്നോട് ചർച്ച ചെയ്യുന്നതാണ്. സർവാനുഭൂ, ഇതെല്ലാം പല രീതിയിൽ പല ഭാഗത്തും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാം ഇവിടെ പറയുന്നത് ഇത് മധുവിദ്യയോട് ചേർന്ന് വരുന്നുണ്ട്. ഇവിടെ ഇത് പറയുന്നത് സർവാത്മഭാവത്തെയാണ് എന്ന് അടുത്ത ഭാഷകാരൻ വ്യാഖ്യാനിക്കും. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരു.